സോ ഗൈസ്, ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെ MT5 ലോഗിൻ ചെയ്യാന്നുള്ളത്. സോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്യുന്നുള്ളത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ MT5 ലോഗിൻ ചെയ്യുന്ന വീഡിയോ ആട്ടോ. സോ മറക്കാതെ തന്നെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. സോ ഗൈസ്, നിങ്ങൾ MT5 പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് MT5 ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് അടിയിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ട്രേഡ് അക്കൗണ്ട്സ് എന്നുള്ളത് മേലെ കാണാൻ പറ്റും. ട്രേഡ് അക്കൗണ്ട്സ്, ഈ ട്രേഡ് അക്കൗണ്ട്സിൽ ഞെക്കിയിട്ട് നിങ്ങളെ മെയിൽ ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ വന്നിട്ടുള്ളത് അതിൻ്റെ മെയിൽ ചെക്ക് ചെയ്യുക. ഈ മെയിലിൽ നിങ്ങൾക്ക് ഏതാ സെർവർ, MT5 സെർവർ ഏതാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് അവിടെ സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ ലിമിറ്റ് എന്നിട്ട് ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഫണ്ടിങ് പിപ്സിൻ്റെ ആണെങ്കിൽ ഫണ്ടിങ് പിപ്സ് എന്നുള്ള അടിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഫണ്ടിങ് പിപ്സ് എന്നുള്ളത് വരും. ഓക്കെ, അതിപ്പോൾ ഞാൻ മലയാളത്തിൽ അടിച്ചുകൊണ്ടാണ് വരാത്തത്. ഫണ്ടിങ് പിപ്സ് എന്ന് ഒന്നുകൂടി ഞാൻ അടിച്ച് കാണിച്ചു തരാം. അതുണ്ടോ ഫണ്ടിങ് പിപ്സ് കോർപ്പ്, ഫണ്ടിങ് പിപ്സ് 2. സോ ഇതിലേതാണോ നിങ്ങളത് അത് അടിച്ച് കയറുക. ഓക്കെ, സോ ഞാനിവിടെ എൻ്റെതാണ്, എൻ്റെ സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിമിറ്റ് എന്നുള്ളതാണ്. സോ ഞാൻ അതിൽ ഞെക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ലോഗിൻ പാസ്വേഡ്, ഈ ഇമെയിലിൽ തന്നെ നിങ്ങൾക്ക് MT5 ലോഗിനും MT5 പാസ്വേഡും ഒന്നും കൊടുത്തിട്ടുണ്ടാവും. ഈ പാസ്വേഡിൻ്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാസ്വേഡാണ്. അതായത് നിങ്ങൾക്ക് ജിമെയിലിൽ കിട്ടിയ പാസ്വേഡിനെയാണ് നിങ്ങളിതിൽ അടിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ എൻ്റെത് അടിക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ പാസ്വേഡും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഡണ്ണ് കൊടുത്തിട്ട് നമ്മൾ സെറ്റിങ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആ അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ $54 ആണുള്ളത്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുള്ളതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളത്. അത്ര വലിയ ടഫുള്ള പണിയൊന്നുമല്ല, ഇത് സിമ്പിളാണ്. ഓക്കെ, സോ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.